മൂവാറ്റുപുഴ ഏരിയ സമ്മേളനം നവംബർ 3-4 തീയതികളിൽ നടക്കുകയാണ്. ഈ സമ്മേളനത്തോട് അനുബന്ധിച്ച് വളരെ സുപ്രധാനമായ രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം വെബിനാർ എന്ന രീതിയിൽ പാർട്ടി അവതരിപ്പിക്കുകയാണ്. രാജ്യത്ത് മുഴുവൻ പേരും അക്ഷരാർത്ഥത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് പാർട്ടി ഈ സമ്മേളനത്തോടനുബന്ധിച്ച് ജനങ്ങളുടെ മുന്നിൽ ചർച്ചയ്ക്ക് വയ്ക്കുന്നത്. ഇന്ത്യയിലെ കർഷകരെല്ലാം കഴിഞ്ഞ 11 മാസങ്ങളായി സമരത്തിലാണ്. നേരിട്ടുള്ള സമരത്തിലും പരോക്ഷമായി അവരോടൊപ്പം മനസ്സുകൊണ്ട് നിന്ന സമരത്തിലും ലക്ഷക്കണക്കിന് കർഷകർ പങ്കാളികളായിക്കൊണ്ടിരിക്കുകയാണ്. അത് ഓരോ നിമിഷവും വളർന്ന് ഒരുപക്ഷെ ഒരു ദേശീയ സമരമായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് അതിന് മാറിക്കൊണ്ടിരിക്കുകയാണ്. പോരാ, ലോകമെമ്പാടും ഇന്ന് ഈ സമരം ചർച്ചാ വിഷയമാണ്. മൂലധനത്തിന് വലിയ ഭയമുണ്ടാക്കുന്ന ഒരു ചർച്ച വന്നുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ ഒരു സമരമായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മൂലധനത്തിൻ്റെ താല്പര്യത്തിനനുസരിച്ച് മോദി സർക്കാർ പല മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ കാർഷിക രംഗത്താണ് അത് മൂർത്തമായിട്ട് സമരമായിട്ട് മാറിയത്. അത് വലിയ സമരമായിട്ട് പടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ സമരത്തിനൊപ്പം കേരളത്തിൽ മുഴുവൻ ജനങ്ങളും ഉണ്ടാകണമെന്നാണ് CPIഎമ്മിൻ്റെ ആഗ്രഹം. കേവലം കർഷകർ മാത്രമല്ല, കർഷക സമരം ജനകീയ സമരമായി മാറുന്ന ഒരു സംക്രമണ ഘട്ടമാണ് ഇത്. ആ ജനകീയ സമരത്തിൽ കേരളത്തിൽ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകണം. അങ്ങനെ BJP സർക്കാരിൻ്റെ തെറ്റായ കാർഷിക നയങ്ങൾ തിരുത്തുന്നൊരവസ്ഥയിലേക്ക് എത്തിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഈ സമ്മേളനങ്ങളുടെ ഭാഗമായി ഈ വിഷയം കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത്. വാസ്തവത്തിൽ ഈ സമരം എന്തിനു വേണ്ടിയിട്ടാണ്? കൃഷിഭൂമിയെ രക്ഷിക്കാനും കൃഷിയെ രക്ഷിക്കാനുമാണ്. ഒറ്റ വാക്കിൽ അങ്ങനെ ഉത്തരം പറയാം. ആരാണ് കൃഷിയെ തകർക്കുന്നത്? വ്യക്തമായി ഉത്തരം ലഭിക്കേണ്ട ഒരു ചോദ്യമാണ്. കൃഷിയെ തകർക്കുന്നത് കൃഷിയെ നയിക്കുന്ന കേന്ദ്ര സർക്കാർ നയങ്ങളാണ്. മറ്റൊന്നും കൃഷിക്ക് പ്രതികൂലമല്ല. കൃഷി തകരാൻ പല കാരണങ്ങളുണ്ട്. വിത്തിൻ്റെ ഗുണമേന്മ കുറഞ്ഞാൽ കൃഷി തകരാം. അങ്ങനെ ഒരു പ്രശ്നം സാങ്കേതിക വിദ്യ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയില്ല. ജലസേചന പ്രശ്നം രൂക്ഷമാണെങ്കിൽ കൃഷി തകരാം. പക്ഷേ ഓരോ വർഷവും ജലസേചന സൗകര്യങ്ങൾ വർദ്ധിച്ച് വരികയാണ്. അത് കുറയില്ല. ഇനി വേണം എന്നുള്ളത് ശരിയായിരിക്കാം. പക്ഷേ ജലസേചന സൗകര്യങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ അതല്ല കൃഷി തകരാനുള്ള കാരണം. കാലാവസ്ഥ വ്യതിയാനമൊക്കെ ഉണ്ടാകാം, എങ്കിലും കൃഷി അപ്പാടെ തകരത്തക്ക രീതിയിലൊരു പ്രശ്നം അങ്ങനെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. കർഷകന്റെ കായികക്ഷമത അത് കുറഞ്ഞാലും കൃഷി തകരാം, അതും കാണാൻ കഴിയുന്നില്ല. കാർഷിക രംഗത്തിൻ്റെ അറിവ് സാങ്കേതികവിദ്യ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതും അല്ല കൃഷി തകരാനുള്ള കാരണം. മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത അത് തകർന്നാലും കൃഷി തകരാം, അതുമല്ല. ചില കുറവുകളൊക്കെ ഉണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ അപ്പാട് കൃഷി തകരത്തക്ക രീതിയിൽ ആ മണ്ണിലും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ എന്താ പ്രശ്നം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഒരേ ഒരു പ്രശ്നം, അത് കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ, കൃഷിയെ നിയന്ത്രിക്കുന്ന നയങ്ങൾ. അതുമാത്രമാണ് ഇന്ന് കൃഷിക്ക് എതിരായി നിൽക്കുന്നത്. ലോകത്തെ ഏറ്റവും നല്ല കാർഷിക ഭൂമികളിലൊന്ന് നമ്മുടെ രാജ്യത്താണ്. ജൈവ വൈവിധ്യത്തിൻ്റെ സങ്കേതങ്ങൾ 21 രാജ്യങ്ങൾ എടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. ലോകത്ത് ഏറ്റവും കൂടുതൽ വൈവിധ്യമുള്ള കാർഷികോൽപ്പന്നങ്ങൾ ഒരു രാജ്യങ്ങളൊന്നെടുത്താൽ അതിലൊന്ന് ഇന്ത്യയാണ്. ഏത് തരത്തിൽ നോക്കിയാലും കാർഷിക മേഖലയിൽ നമ്മുടെ രാജ്യം സമ്പന്നമാണ്, പ്രകൃതി സമ്പന്നമാണ്, വിഭവസമ്പന്നമാണ്. അതുമാത്രം പോരാ, നല്ല കർഷകരുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളിൽ ഒന്ന് ഇന്ത്യയാണ്. കർഷകരുടെ കായികക്ഷമത, അതുപോലെ തന്നെ കർഷകരുടെ ഭാവന, കർഷകരുടെ ചരിത്രത്തോടുള്ള സമീപനം, ഇതൊക്കെ ഇന്ത്യയിൽ കൃഷി വളരാൻ സാധ്യതയുള്ള ഘടകങ്ങളാണ്. എന്നിട്ടും കർഷകർ സമരം ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് ഓർക്കണം, ഒരൊറ്റ കാരണം, ഒരേ ഒരൊറ്റ കാരണം,
BJP സർക്കാരിൻ്റെ, മോദി സർക്കാരിൻ്റെ തെറ്റായ കാർഷിക നയങ്ങൾ. എന്തുകൊണ്ടാണ് അങ്ങനൊരു നയം ഉണ്ടായത്? BJP സർക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക നയങ്ങളാണ്. ആ സാമ്പത്തിക നയങ്ങളെ നമ്മൾ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ എന്ന് മലയാളത്തിലും ന്യൂ ലിബറൽ പോളിസി എന്ന് ഇംഗ്ലീഷിലും പറയും. ഇത് ആരംഭിച്ചത് BJP അല്ല, കോൺഗ്രസ്സുകാരാണ്. 1991 നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ ധനമന്ത്രിയായിരിക്കുമ്പോൾ ഇന്ത്യയിൽ അവതരിപ്പിച്ചതാണ് ഈ നയങ്ങൾ. ആ നയങ്ങളുടെ തുടർച്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. വാസ്തവത്തിൽ അന്ന് കോൺഗ്രസ് മുന്നോട്ട് വെച്ച നയം അതിനേക്കാൾ നിരവധി മടങ്ങ് ശക്തിയായി നടപ്പിലാക്കുന്നത് BJP ആണ്. വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഉപകരണമായിട്ട് ലോകം മുഴുവൻ ഇന്ന് ഈ നവലിബറൽ സാമ്പത്തിക നയം നിൽക്കുകയാണ്. ആ നയം കൃഷിക്ക് വിരുദ്ധമാണ്. ആ നയം പ്രകൃതിക്ക് വിരുദ്ധമാണ്. ആ നയം മാനവികതയ്ക്ക് വിരുദ്ധമാണ്. ആ നയം എല്ലാ തരത്തിലുള്ള ആധുനിക വികസന സങ്കല്പങ്ങൾക്കും വിരുദ്ധമാണ്. ആ നയം ഒരേ ഒരു ലക്ഷ്യത്തിൽ മാത്രം പ്രവർത്തിക്കുകയാണ്. അത് ഊഹക്കച്ചവട മൂലധനത്തിൻ്റെ കമ്പോളത്തെ വളർത്തുക. ഇതാണ് ആ നയത്തിൻ്റെ ലക്ഷ്യം. നമ്മുടെ നാട്ടിലുള്ള എല്ലാ തരത്തിലുള്ള മൂലധനത്തെയും മാറ്റിയെടുക്കുക, അങ്ങനെ ഊഹക്കച്ചവട മൂലധനമാക്കി മാറ്റുക, ഊഹക്കച്ചവട കമ്പോളത്തിൽ കൂടുതൽ വിപണനം നടത്തുക, അവിടെയുള്ള ഡിമാൻഡ് വർദ്ധിപ്പിക്കുക, അങ്ങനെ ഊഹക്കച്ചവടത്തെയും റിയൽ എസ്റ്റേറ്റിനെയും പ്രോത്സാഹിപ്പിച്ച് ഫിനാൻസ് ക്യാപിറ്റലിനെ, ധനമൂലധനത്തെ വളർത്തുക. ഇതാണ് ഈ നയം. ഇത് മനസ്സിലായാലേ കാർഷിക പ്രശ്നം മനസ്സിലാവുകയുള്ളൂ. പണ്ട് മൂലധനത്തിൻ്റെ ലക്ഷ്യം ഉൽപ്പാദിപ്പിക്കലായിരുന്നു. അന്ന് ആദ്യ പ്രയോറിറ്റി കൃഷിക്കായിരുന്നു. അന്ന് മൂലധനത്തിന് ലക്ഷ്യം ഉൽപാദനം വർദ്ധിപ്പിച്ച് പണി കൊടുക്കുക എന്നുള്ളതായിരുന്നു. അവിടെയും ചൂഷണാധിഷ്ഠിത വ്യവസ്ഥയിൽ ഉണ്ടാകുമെന്ന് നമുക്കെല്ലാം അറിയാം. എങ്കിലും പണി കൊടുക്കുക, ഉൽപാദനം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തിലാണ് മൂലധനം പ്രവർത്തിച്ചിരുന്നത്. ആ മൂലധനത്തെ നമ്മൾ പ്രൊഡക്റ്റീവ് ക്യാപിറ്റൽ, ഉൽപാദന മൂലധനം എന്നാണ് പറയുക. അതിൻ്റെ ശ്രദ്ധ ഉൽപാദനത്തിലായിരുന്നു. ഉൽപ്പാദിപ്പിച്ച് ചൂഷണം ചെയ്യുക, മുതലാളിത്തത്തിൻ്റെ തന്ത്രം അതായിരുന്നു. ഇന്ന് അതല്ല. 70കളുടെ തുടക്കത്തിൽ, 80കളുടെ തുടക്കത്തിലെല്ലാം ലോകത്ത് മുഴുവൻ വ്യാപിച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ഈ മൂലധനത്തെ മാറ്റുകയാണ്. പുതിയ മൂലധനത്തിൻ്റെ പേരാണ് ധനമൂലധനം, ഫിനാൻസ് ക്യാപിറ്റൽ. ആ മൂലധനത്തിൻ്റെ ശ്രദ്ധ ഉൽപാദനത്തിലല്ല. ഇവിടെയാണ് കാർഷിക പ്രശ്നം കിടക്കുന്നത്. ആ മൂലധനത്തിൻ്റെ ശ്രദ്ധ പണി കൊടുക്കുന്നതിലല്ല, അവിടെയാണ് കാർഷിക പ്രശ്നം കിടക്കുന്നത്. ആ മൂലധനത്തിൻ്റെ ശ്രദ്ധ ഊഹക്കച്ചവടം വളർത്തുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ കാർഷിക ഭൂമി കോർപ്പറേറ്റുകൾക്ക് പോകുന്നത്. അതാണ് നമ്മുടെ കൃഷിഭൂമിയിൽ യഥാർത്ഥത്തിൽ കർഷകന് കൃഷി ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുന്നത്. ആ മൂലധനത്തിന് കൃഷിയെ വിട്ടുകൊടുക്കുക. ഇതാണ് മോദി സർക്കാർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏറ്റവും അപകടകരമായ പ്രധാനപ്പെട്ട കാര്യം. ഒരു രാജ്യത്തിൻ്റെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ രൂക്ഷമാക്കാനും ഈ നടപടി വഴിവെക്കുകയാണ്. കേവലം കൃഷി നശിക്കുന്നു എന്ന് മാത്രമല്ല, കൃഷി നശിക്കുമ്പോഴുണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, അതിലൂടെ ഉണ്ടാകുന്ന കാലാവസ്ഥാ വ്യതിയാനം, അതിലൂടെ ഉണ്ടാകുന്ന മറ്റ് പല മേഖലകളിലുള്ള നഷ്ടം, അങ്ങനെ ക്യുമുലേറ്റീവ് ഇഫക്റ്റ് എന്ന് പറയുന്നത് പോലെ കൃഷി നശിച്ചതോടുകൂടി ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളും ഒന്നിച്ചുകൂടി ഒരു വലിയ മഹാപ്രശ്നമായിട്ട് മാറാൻ പോവുകയാണ്. ഒരു രാജ്യത്തിൻ്റെ വലിയ തകർച്ചയിലേക്ക് വഴി ഒരുങ്ങി വരികയാണ് ഈ കാർഷിക പ്രശ്നം. അത്തരത്തിലുള്ള ഫിനാൻസ് ക്യാപിറ്റൽ, ധനമൂലധനം എങ്ങനെയാണ് കൃഷിയിലേക്ക് വരുന്നത് എന്ന് നോക്കാം. ഈ നയത്തിൻ്റെ അടിസ്ഥാന ആവശ്യം ഭരണകൂടം പിൻവലിയണം എന്നുള്ളതാണ്. ധനമൂലധനം ലക്ഷ്യമിടുന്നത് ഭരണകൂടത്തിൻ്റെ പിന്മാറ്റമാണ്. കെയ്ൻസ് എന്ന് പറയുന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞൻ പണ്ട് മുതലാളിത്തത്തെ രക്ഷിക്കാൻ ഭരണകൂടം ഇടപെടണം എന്ന് പറഞ്ഞു. അത് മാർക്സിയൻ അർത്ഥശാസ്ത്രത്തെ മനസ്സിലാക്കിക്കൊണ്ട് മുതലാളിത്ത രീതിയിൽ ഇടപെടാൻ ശ്രമിച്ചതാണ്. പക്ഷേ 70കളുടെ തുടക്കത്തിലുണ്ടായ നവലിബറൽ നയം അതിന് നേരെ വിപരീതമായി ഭരണകൂടം പിൻവലിയണം എന്ന് പറയുകയാണ്. അപ്പോൾ ഇടപെട്ടിരുന്നിടത്ത് നിന്ന് ഭരണകൂടം പിൻവലിഞ്ഞാൽ അവിടെ ഉണ്ടാകുന്ന ശൂന്യതയിലേക്ക് ധനമൂലധനം തള്ളിക്കയറി വരും. ആ തള്ളിക്കയറ്റത്തിൻ്റെ സാധ്യത ഉണ്ടാക്കാനാണ് ഈ നയം ശ്രമിക്കുന്നത്, കൃഷി വളർത്താനല്ല. ധനമൂലധനത്തിന് കടന്നു വരാനുള്ള സ്പേസ് ഉണ്ടാക്കലാണ് കാർഷിക നയത്തിൻ്റെ ലക്ഷ്യം. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കാനല്ല, കർഷകർക്ക് തൊഴിൽ കൊടുക്കാനല്ല,
വിത്ത് മെച്ചപ്പെടുത്താനല്ല, പരിസ്ഥിതി മെച്ചപ്പെടുത്താനല്ല, കാലാവസ്ഥാ വ്യതിയാനം കുറയ്ക്കാനല്ല, മറിച്ച് ധനമൂലധനത്തിന് തള്ളി വരാനുള്ള സ്പേസ് ഉണ്ടാക്കാനാണ് കാർഷിക നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. അതെങ്ങനെ മനസ്സിലാക്കാം? പണ്ട് 1969 ബാങ്കുകൾ ദേശസാൽക്കരിച്ചു. ബാങ്കുകൾ ദേശസാൽക്കരിച്ചു കഴിഞ്ഞപ്പോൾ, അതായത് ഭരണകൂടം ഇടപെട്ടപ്പോൾ, അതാണ് ഇന്നത്തെ കോണ്ടെക്സ്റ്റിൽ പ്രധാനപ്പെട്ട കാര്യം. ഭരണകൂടം ബാങ്കിങ് രംഗത്ത് ഇടപെട്ടു. അങ്ങനെ ഇടപെട്ടപ്പോൾ സ്വകാര്യ ബാങ്കുകളെല്ലാം ദേശീയവൽക്കരിക്കപ്പെട്ട അല്ലെങ്കിൽ പൊതുവൽക്കരിക്കപ്പെട്ട ബാങ്കുകളായിട്ട് മാറി. ആ ബാങ്കുകളിൽ ഒന്നാമത്തെ പ്രയോറിറ്റി ലോൺ കൃഷിക്ക് നൽകണം എന്നുള്ളതാണ്. ആദ്യ പരിഗണന കൃഷിയാണ്. സർക്കാർ ഇടപെടുമ്പോൾ, ഭരണകൂടം ഇടപെടുമ്പോൾ ആ മേഖലയിലുള്ള സമ്പത്ത് ആദ്യം പോകുന്നത് കാർഷിക മേഖലയ്ക്കാണ്. കാരണം കാർഷിക മേഖലയാണ് എല്ലാ മേഖലയും രക്ഷിച്ചു നിർത്തുന്നത്. അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യം എല്ലാവർക്കും അറിയാം. ആ മേഖലയിലേക്കാണ് മൂലധനം പോകേണ്ടത്. ഈ ലക്ഷ്യത്തിലാണ് 69 ബാങ്ക് ദേശസാൽക്കരിച്ചത്. ബാങ്കിന്റെ ഫസ്റ്റ് പ്രയോറിറ്റി കൃഷിയാക്കി മാറ്റിയത്. ഇത് ഭരണകൂടം ഇടപെടുന്നതിൻ്റെ ഉദാഹരണമാണ്. പക്ഷേ 91 ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഡോക്ടർ മൻമോഹൻ സിംഗ് ഈ നയം അവതരിപ്പിച്ചപ്പോൾ ഒരു പുതിയ കമ്മീഷനെ വെച്ചു. ആദ്യത്തെ കമ്മീഷൻ ധനമൂലധനത്തിന്റെ ഇടപെടലിന്റെ സാധ്യതയ്ക്ക് വേണ്ടി കാര്യങ്ങൾ തയ്യാറാക്കുന്ന ആദ്യത്തെ കമ്മീഷൻ ബാങ്കിങ് റെഗുലേഷന് വേണ്ടിയിട്ടുള്ള കമ്മീഷനായിരുന്നു. ബാങ്കിങ് റെഗുലേഷൻ ആക്ടുകൾ വന്നത് അതിനെ തുടർന്നാണ്. അർത്ഥം, പുതിയ സാമ്പത്തിക നയത്തിന്റെ ആദ്യത്തെ ഇടപെടൽ ബാങ്കിങ് രംഗത്തായിരുന്നു. എന്തുകൊണ്ട്? ബാങ്കുകൾ ഇങ്ങനെ പുതിയതായി ക്രമീകരിച്ച് സ്വകാര്യ ബാങ്കുകൾക്ക് വരാനുള്ള സാധ്യതയുണ്ടാക്കി ന്യൂ ജനറേഷൻ ബാങ്കുകൾ വന്ന് ഒരു തീരുമാനമെടുത്തു. അന്നത്തെ കേന്ദ്ര സർക്കാർ ഒരു പുതിയ നയമെടുത്തു. അത് ഈ ബാങ്കുകൾ ലോൺ കൊടുക്കുമ്പോൾ ഒന്നാമത്തെ പരിഗണന കൃഷിയാകേണ്ടതില്ല. കൃഷിക്കല്ല ഒന്നാമത്തെ പരിഗണന. കാർഷിക മേഖലയുടെ പ്രതിസന്ധിയുടെ തുടക്കമുണ്ടാകുന്നു. ഭരണകൂടം കൃഷിയിൽ ഇടപെടേണ്ട എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു ഭാഷയാണ് ദേശസാൽകൃത ബാങ്കുകളിലും സ്വകാര്യ ബാങ്കുകളിലും ലോൺ കൊടുക്കുമ്പോൾ കൃഷിക്ക് പ്രഥമ പരിഗണന വേണ്ട എന്നത്. ഇവിടെയാണ് അത് ആരംഭിക്കുന്നത്. അവിടെ തൊട്ട് കൃഷി അവഗണിക്കാൻ തുടങ്ങുകയാണ്. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഈ പറയുന്ന ഈ നയം കൃഷി അവഗണിച്ചുകൊണ്ടാണ് ഊഹക്കച്ചവടത്തിലേക്ക് തിരിയുന്നത് എന്ന് എല്ലാ കർഷകരും എല്ലാവരും തിരിച്ചറിയണം. അങ്ങനെ കാർഷിക മേഖലയുടെ പ്രയോറിറ്റി നഷ്ടപ്പെടുകയാണ്. ആ പ്രയോറിറ്റി പിന്നെ കൂടുതൽ ഊഹക്കച്ചവടത്തിലേക്കാക്കി മാറ്റുകയാണ്. നോക്കൂ, ന്യൂ ജനറേഷൻ ബാങ്ക് എന്ന സ്വകാര്യവൽകൃത ബാങ്ക് കാർഷിക മേഖലയ്ക്ക് ലോൺ കൊടുക്കാനോ എന്നെങ്കിലും തയ്യാറാകുമോ? ഇല്ല. അവർ തയ്യാറാകുന്നത് ഊഹക്കച്ചവട കമ്പോളത്തിലേക്ക് പണം കൊടുക്കാനാണ്. അതോടെ കാർഷിക മേഖലയുടെ തകർച്ചയുടെ തുടക്കം കുറിക്കുകയായി. 1. 2, കാർഷിക മേഖലയിൽ കർഷകർക്ക് നിൽക്കണമെങ്കിൽ അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നല്ല വില കിട്ടണം. അങ്ങനെ നില കിട്ടാൻ അന്നത്തെ ഭരണകൂടം എങ്ങനെയാണ് ഇടപെട്ടിരുന്നത്? രാജ്യത്തിന് ചുറ്റും അതിശക്തമായ ഇറക്കുമതി ചുങ്കം എന്ന വൻ മതിൽ തീർത്തു. അത് ഭരണകൂടത്തിന്റെ ഇടപെടലാണ്. വൻ മതിൽ ഇറക്കുമതി തീർത്തോടുകൂടി വിദേശത്തു നിന്നുള്ള ഉൽപ്പന്നങ്ങൾ ഇന്ത്യൻ കാർഷിക കമ്പോളത്തിൽ വരാതെയായി. അങ്ങനെ വന്നപ്പോൾ ഇന്ത്യൻ കാർഷികോൽപ്പന്നങ്ങളുടെ വില വർദ്ധിച്ചു. അപ്പോൾ ഇന്ത്യൻ കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞു. അപ്പോൾ പ്രഥമ ലോൺ കൊടുക്കുന്നത് കൃഷിക്കാകുന്നു. കാർഷികോൽപ്പന്നങ്ങൾ വില കൂടാനുള്ള സാധ്യത ഉണ്ടാക്കിക്കൊണ്ട് ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിക്കുന്നു. ഇത് ഭരണകൂടത്തിന്റെ ഇടപെടലാണ്. പോരാ, കർഷകർക്ക് സബ്സിഡി കൊടുക്കുന്നു. കാരണം കർഷകരാണ് ഭക്ഷണം തരുന്നത്, കാലാവസ്ഥയെ നിലനിർത്തുന്നത്, അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കുന്നത്, ജലത്തെ ശുദ്ധീകരിക്കുന്നത്, മണ്ണിനെ ശുദ്ധീകരിക്കുന്നത്, മനസ്സിനെ ശുദ്ധീകരിക്കുന്നത്, എന്തിനേയും ശുദ്ധീകരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് സബ്സിഡി കൊടുക്കണം. അവിടെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ, കേരളത്തിലെ ഒന്നാം പിണറായി സർക്കാർ അത് റോയൽറ്റിയാക്കി മാറ്റിയത്. എത്ര കണ്ട് മുന്നോട്ട് പോകുന്നു എന്നോർത്ത് നോക്കൂ. റോയൽറ്റിയാക്കി മാറ്റി. സബ്സിഡി എന്ന വാക്ക് പോരാ. നമ്മുടെ സാഹിത്യകാരന്മാർ എഴുതുന്ന പുസ്തകങ്ങൾക്ക് റോയൽറ്റി കൊടുക്കും.
കേരളത്തിൽ കർഷകർക്ക് റോയൽറ്റി കൊടുക്കുകയാണ്. അത് ഭരണകൂടത്തിൻ്റെ ഇടപെടലിൻ്റെ ബദലാണ്. ഞാൻ പിന്നീട് പറയാം. ഞാൻ സാന്ദർഭികമായി പറഞ്ഞു എന്നേ ഉള്ളൂ. കർഷകർക്ക് സബ്സിഡി കൊടുക്കുക, കർഷകർക്ക് വളത്തിൻ്റെ സബ്സിഡി കൊടുക്കുക, വിത്തിൻ്റെ സബ്സിഡി കൊടുക്കുക, ആനുകൂല്യങ്ങൾ കൊടുക്കുക ഭരണകൂട ഇടപെടലാണ്. ഇത് ധനമൂലധനത്തെ ഇഷ്ടമല്ല. ഓരോന്നോരോന്നായി UPA സർക്കാരും BJP സർക്കാരും കുറച്ചു കൊണ്ടുവന്നത് ഓർത്തോളൂ. ഇന്ന് നടക്കുന്ന വലിയ കാർഷിക സമരത്തിന്റെ തുടക്കമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ സബ്സിഡി ഇല്ലാതായി, കർഷകർക്കുള്ള ആനുകൂല്യമില്ലാതായി, ഇറക്കുമതി ചുങ്കം കുറച്ച് ഭരണകൂടത്തിന്റെ ഇടപെടൽ കുറഞ്ഞു വന്നു. ഇഷ്ടംപോലെ വിഭവങ്ങൾ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്തു. വിലയില്ലാതായി. ആസിയൻ കരാർ എന്ന് പറഞ്ഞ കരാർ, അതാണ് ഭരണകൂട പിന്മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള കരാറാണ്. അങ്ങനെ സർക്കാരിന്റെ ഒരു സഹായവുമില്ലാത്തവർ കർഷകരായിട്ട് മാറി, കൃഷിഭൂമിയായിട്ട് മാറി. ആ സമയത്താണ് ഇപ്പോൾ BJP സർക്കാർ കേന്ദ്രത്തിന് കാർഷിക മേഖലയിൽ ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും തകർത്ത് കളഞ്ഞ് കർഷകരെ പൂർണ്ണമായിട്ടും കമ്പോളത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നത്. എന്തെങ്കിലും ഇനി കർഷകന് ഇടപെടലുണ്ടെങ്കിൽ, എന്നാൽ സർക്കാരിൻ്റെ ഇടപെടലുണ്ടെങ്കിൽ അതും കൂടി ഇല്ലാതാക്കുക, പൂർണ്ണമായിട്ട് കോർപ്പറേറ്റുകൾക്ക് നൽകുക. ഇതുവരെ എന്തായിരുന്നു? കർഷകർക്കുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കി കർഷകനെ ജീവിക്കാൻ പറ്റില്ല എന്നൊരു മാനസികാവസ്ഥയിലേക്ക് എത്തിച്ചു. BJP സർക്കാർ ചെയ്യുന്നത് അങ്ങനെയുള്ള കർഷകനെ ചതിച്ചുകൊണ്ട് കൃഷിഭൂമിയെ പൂർണ്ണമായിട്ടും ധനമൂലധനത്തിന് കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. കർഷകന്റെ കമ്പോളത്തെ പൂർണ്ണമായിട്ടും കോർപ്പറേറ്റുകൾക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ധനമൂലധനത്തിന് കോർപ്പറേറ്റുകൾ വഴി ഈ കൃഷിഭൂമിയിൽ വരാനുള്ള അവസരം ഉണ്ടാക്കുകയാണ്. ഇതാണ് ഈ കാർഷിക സമരത്തിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് കാർഷിക മേഖല പൂർണ്ണമായിട്ടും തകരാൻ പോകുന്നു. എങ്ങനെ എന്ന് ചുരുക്കി ഒന്ന് കാണാം. ധനമൂലധനം നമ്മുടെ കാർഷിക മേഖലയിലേക്ക് വന്നാൽ കാർഷിക മേഖലയുടെ സംസ്കാരം ധനമൂലധന സംസ്കാരമായിട്ട് മാറും. എന്താ ധനമൂലധന സംസ്കാരം? ഊഹക്കച്ചവടം, റിയൽ എസ്റ്റേറ്റ്. ഊഹക്കച്ചവടം, റിയൽ എസ്റ്റേറ്റ്, ഈ രണ്ട് വാക്കുകൾ കൊണ്ട് ഏത് കൃഷിയെ നിലനിർത്താൻ പറ്റുക? കർഷകർ മാത്രമല്ല ചിന്തിക്കേണ്ടത്. കൃഷിയെ ആശ്രയിച്ചാൽ നമ്മളെല്ലാം ജീവിക്കുന്നത്. ഭക്ഷണമില്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റില്ല. ആ കൃഷിഭൂമിയിലെ നൈതിക ഭാവം ഊഹക്കച്ചവടമായാൽ, ആ കാർഷിക മേഖലയുടെ നൈതിക ഭാവം റിയൽ എസ്റ്റേറ്റ് കച്ചവടമായാൽ ഏത് കൃഷിയാണ് നിലനിൽക്കുക? ഇതാണ് കർഷക സമരത്തിന്റെ അടിത്തറ. ഞങ്ങൾക്ക് കൃഷിഭൂമി വിട്ടുതരൂ, കൃഷി ഞങ്ങൾക്ക് വിട്ടുതരൂ, കൃഷിയെ സംസ്കാരമാക്കി നിർത്തൂ. ഇത്രയും കർഷകർ പറയുന്നല്ലോ. അവരെ വെട്ടിവെച്ച് കൊല്ലുന്നത്, അവരെ കാറേറ്റി കൊല്ലുന്നത്. ആർക്ക് വേണ്ടി ഭരണകൂടം നിൽക്കുന്നത്? ആർക്ക് വേണ്ടി ഭരണകൂടം നിൽക്കുന്നത്? ഈ കോർപ്പറേറ്റുകൾ ഈ ഭൂമിയിൽ വന്നിറങ്ങിയാൽ എന്ത് കിട്ടും ഈ ഭരണകൂടത്തിന്? ഈ രാജ്യത്തിൽ ഏത് മനുഷ്യനാണ് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നത്? അവർ ഈ ഭൂമിയിൽ വന്നാൽ, ഈ ഭൂമിയിൽ മണ്ണുണ്ടെങ്കിൽ മണ്ണ് കുഴിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ പണമുണ്ടാക്കി തിരിച്ചു പോകാൻ പറ്റും. ധനമൂലധനത്തിന്റെ പ്രത്യേകത എന്താണെന്നറിയോ? അത് വന്നിറങ്ങിയാൽ ഏത് നിമിഷവും തിരിച്ച് പറന്നു പോകാം. ഉൽപാദന മൂലധനത്തിന് അത്ര പെട്ടെന്നത് പറ്റില്ല. ഇവിടെ വന്നൊരു വ്യവസായം സ്ഥാപിച്ചാൽ അത്ര പെട്ടെന്ന് തിരിച്ചു പോകാൻ കഴിയില്ല. ഇവിടെ വന്ന് കൃഷിഭൂമിയിൽ കൃഷി ഇറക്കി കഴിഞ്ഞാൽ അത്ര പെട്ടെന്ന് തിരിച്ചു പോകാൻ പറ്റില്ല. പക്ഷെ ധനമൂലധനം വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വിട്ടുകിളി പോലെ മുഴുവൻ നശിപ്പിച്ച് ഏത് സമയവും തിരിച്ചു പോകാൻ പറ്റും. അതാണ് പ്രശ്നം. അതാണ് പ്രശ്നം. ആർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അതാണ് അടുത്ത പ്രശ്നം. ധനമൂലധനത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ. ആർക്കും അതിനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഒരിക്കലും അതിനെ ഒരു ദിക്കിൽ നിലനിർത്താൻ പറ്റില്ല. എവിടെയാണോ ലാഭം കാണുന്നത് അവിടേക്ക് പറന്നകലുന്നതാണ് ധനമൂലധനം. ഏത് കാർഷിക മേഖലയെ രക്ഷിക്കാൻ പറ്റുക? മണ്ണ് ധാരാളമുള്ള പാടത്ത് അതെടുത്ത് പണമുണ്ടാക്കി കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന മൂലധനം എന്ത് സംഭാവനയായി ജനതയ്ക്ക് നൽകുക? കൃഷിഭൂമിയിൽ ധാരാളം മണ്ണിട്ട് മൂടി അവിടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടം നടത്തി കെട്ടിടങ്ങൾ ഉണ്ടാക്കി കാശുണ്ടാക്കി തിരിച്ചു പോയാൽ ഇന്ത്യയിൽ ഏത് കർഷകനാ ഭക്ഷണം കിട്ടുക? ഇന്ത്യയിലെ കാർഷിക ഭൂമിയെ ഊഹക്കച്ചവടമാക്കി റിയൽ എസ്റ്റേറ്റ് ആക്കി മാറ്റിക്കഴിഞ്ഞാൽ ആർക്കാ അതുകൊണ്ട് ഗുണം കിട്ടുക? പിന്നെ കേന്ദ്ര സർക്കാരിന്റെ വക്താക്കൾ പറയുന്നത് ഉൽപാദനം വർദ്ധിക്കും, അതുകൊണ്ട് കർഷകർക്ക് ഗുണമുണ്ടാവും എന്നുള്ളതാണ്. ഉൽപാദനം വർദ്ധിക്കാം. എങ്ങനെ ഉൽപാദനം വർദ്ധിപ്പിക്കാം? നമ്മളെ പാവപ്പെട്ട സഖാക്കൾ
ഈ കൃഷിഭൂമിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നമുക്ക് പണം ഇറക്കാൻ ഇത്രയൊക്കെ കഴിഞ്ഞു എന്ന് വരുള്ളൂ. പക്ഷേ റിലയൻസിന്, ടാറ്റയ്ക്ക്, ബിർളയ്ക്ക്, അതുപോലെ തന്നെ വൻ കോർപ്പറേറ്റുകൾക്ക് കോടിക്കണക്കിന് രൂപ കൂടെ നിക്ഷേപിക്കാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ഉൽപ്പാദനം വർദ്ധിച്ചേക്കാം. അതാണ് അവർ പറയുന്നത്. എങ്ങനെ ഉൽപ്പാദനം വർദ്ധിക്കുക? ഈ മണ്ണിനെ നശിപ്പിക്കുന്ന രാസവളങ്ങൾ ടൺ കണക്കിന് നിക്ഷേപിക്കുക. അതിലൂടെ ഉണ്ടാകുന്ന ഉൽപ്പന്നം സ്വാഭാവികമായിട്ടും സമ്പർക്കമില്ലാത്തത് ഉയർന്നു വരുമ്പോൾ അവിടെയെല്ലാം കീടാക്രമണങ്ങൾ ഉണ്ടാകും. അതിനെ നശിപ്പിക്കാൻ ടൺ കണക്കിന് രാസകീടനാശിനി തളിച്ച് ഉൽപാദനം വർദ്ധിപ്പിച്ചേക്കാം. ആ ഉൽപ്പന്നം ആര് ഭക്ഷിക്കും? ആ ഉൽപ്പന്നം ആർക്കാണ് ശരീരത്തിന് ആരോഗ്യം നൽകുക ഭക്ഷിച്ചതിലൂടെ? ആ ഉൽപാദനം എത്ര കാലം നിലനിൽക്കും? മണ്ണിനെ അത് സമ്പുഷ്ടമാക്കുമോ അതോ നശിപ്പിക്കുമോ? അന്തരീക്ഷത്തെ രാസകീടനാശിനികൾ നടിച്ചത് സമ്പന്നമാക്കുമോ നശിപ്പിക്കുമോ? എത്രയെത്ര ചോദ്യങ്ങൾ. എന്ത് ഗുണം? ആർക്ക് ഗുണം? ഇതാണ് കർഷകർ പറയുന്നത്. കൃഷിയെ കച്ചവടമാക്കി, കൃഷിഭൂമിയെ ചരക്കാക്കി, വിത്തിനെ ചരക്കാക്കി ഒരു ജനതയ്ക്കും ഒരിക്കലും ഒരു ഗുണവും കിട്ടിയ ചരിത്രം ലോകത്തില്ല. മൂലധനത്തിന് പണമുണ്ടാക്കാൻ, ലാഭമുണ്ടാക്കാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. ഒരിക്കലും ഇന്ത്യയിൽ ഒരു കർഷകനും അതുകൊണ്ട് ഗുണം കിട്ടില്ല. കർഷകർക്ക് ഗുണമില്ലെങ്കിൽ ജനതയ്ക്കും ഗുണമില്ല. പറന്നിറങ്ങുന്ന മൂലധനം ഇഷ്ടം പോലെ തിരിച്ചു പോകും എന്ന് ഞാൻ പറഞ്ഞു. ഇതെല്ലാം ഇതുപോലെ ഇട്ട് അവർ ഇതിനേക്കാൾ ലാഭമുള്ള പ്രദേശത്തേക്ക് പറന്നകലുമ്പോഴാണ് ഇതിൻ്റെ അപകടം നമുക്ക് മനസ്സിലാവുക. അന്ന് ഓർത്താൽ പോരാ, ആ കർഷക സമരം വിജയിപ്പിക്കേണ്ടതായിരുന്നു എന്ന് ഇന്ന് തന്നെ അതോർക്കണം. വൻ കോർപ്പറേറ്റുകൾക്ക് ഇതെല്ലാം കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ നാടിൻ്റെ കാർഷിക മേഖലയുടെ സംസ്കാരം നശിച്ചു പോവുകയാണ്. ആ സാംസ്കാരിക തകർച്ച എവിടേക്കെല്ലാം എത്തും എന്നുകൂടി ആലോചിക്കണേ. കൃഷിഭൂമി ഇഷ്ടം പോലെ രാസവളമിട്ട് ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതായാൽ മണ്ണിൻ്റെ ചൂട് വർദ്ധിക്കും. സാങ്കേതികമാണ്, ശാസ്ത്രീയമാണ്, ഞാനതിന് വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആ ചൂട് ജലത്തിൻ്റെ ചൂടായും നാളെ അത് കടലിൻ്റെ ചൂടായും മാറും. ആ ചൂടാണ് ഈ മേഘ വിസ്ഫോടനം എന്ന് പറയുന്ന മഴ പോലെയുള്ള ഭീകരം അവസ്ഥകൾ ഉണ്ടാക്കുന്നത്. അതാണ് ഇവിടെ ശക്തമായ ചുഴലിക്കാറ്റുകളും കാറ്റുകളും ഉണ്ടാക്കുന്നത്. അതെല്ലാ കൃഷിയെയും നശിപ്പിക്കുന്നതാണ്. ആ കാലാവസ്ഥാ വ്യതിയാനം ഭീകരമായിട്ടുള്ള വ്യതിയാനത്തിലേക്ക് വരെ കൃഷി കച്ചവടമായാൽ സാധ്യതകൾ വരികയാണ്. പറഞ്ഞാൽ തീരാത്ത പ്രശ്നങ്ങൾ. ഇത് ആലങ്കാരികമായൊരു ഭാഷയല്ല. പറഞ്ഞാൽ തീരാത്തത്ര പ്രശ്നങ്ങൾ ഒന്നിന് മുകളിൽ ഒന്നായിട്ടുണ്ടാകും. കൃഷി കച്ചവടമായാൽ, കൃഷിഭൂമി ചരക്കായാൽ ഒരൊറ്റ ലാഭം, അത് മൂലധനത്തിൻ്റെ ലാഭം മാത്രം. ആ ലാഭം കൊണ്ട് ഇന്ത്യൻ ഭരണകൂടത്തിനുണ്ടാവുന്ന ലാഭത്തെക്കുറിച്ച് ഓർത്തോളൂ. ആ അപകടകരമായ അവസ്ഥയാണ് പാവപ്പെട്ട കർഷകർ ചെറുക്കാൻ ശ്രമിക്കുന്നത്. ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഞങ്ങൾക്ക് വിൽക്കാൻ പറ്റണം, അത്രേ ഉള്ളൂ. ഞങ്ങളുടെ മണ്ണിൽ ഞങ്ങൾക്ക് വിത്ത് ഇറക്കാൻ പറ്റണം. ഇതെന്താ അവകാശമല്ലേ? സ്വന്തം മണ്ണിൽ കൃഷി ചെയ്യാൻ, സ്വന്തം മണ്ണിൽ എന്ത് കൃഷി ചെയ്യണമെന്ന് തീരുമാനിക്കാൻ, സ്വന്തം നാട്ടിൽ എന്ത് വിൽക്കണം എന്ന് തീരുമാനിക്കാൻ, സ്വന്തം കമ്പോളത്തിൽ നിന്ന് എന്ത് വാങ്ങണം എന്ന് തീരുമാനിക്കാൻ ഇന്ത്യയിലെ ഓരോ പൗരനും ഇന്ത്യൻ ഭരണഘടന അധികാരം നൽകുന്നുണ്ട്. ഭരണഘടനാപരമായ അവകാശമാണത്. ആ അവകാശത്തെ പോലും തകർക്കുകയാണ് കേന്ദ്ര സർക്കാർ തെറ്റായ കാർഷിക നയങ്ങളിലൂടെ. അതുകൊണ്ട് ഇന്ത്യ കണ്ട വലിയ സമരങ്ങളിൽ ഒന്നായിട്ട് കർഷക സമരം മാറുകയാണ്. അതിനൊപ്പം മുഴുവൻ ജനങ്ങളും, കർഷകർ മാത്രമല്ല എല്ലാവരും ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിക്കാനാണ് ഇത്തരത്തിലുള്ള ചർച്ചകൾ CPIM സംഘടിപ്പിക്കുന്നത്. കർഷക സമരത്തോടൊപ്പം മുഴുവൻ മനസ്സും ഉണ്ടാകണേ. ഈ നയത്തിനെതിരെ അതിശക്തമായി കിട്ടുന്ന അവസരങ്ങളിലെല്ലാം പ്രതികരിക്കുവാൻ മുഴുവൻ പേരും മുന്നോട്ട് വരണമേ. നിർത്തുന്നു. അഭിവാദനങ്ങൾ.